ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്താണ് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻ കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് എന്നത്തെ പോലെ പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. പിന്നെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്നറിയാം, പക്ഷെ ആരും തന്നെ എനിക്ക് ലൈക്ക് ചെയ്യാറില്ല. അപ്പോൾ ലൈക്ക് ചെയ്യണം എല്ലാവരും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യം ആയിക്കൊണ്ട് ഞാനിവിടെ 1 കിലോ മീൻ, അത് പലവക മീനാണ്, അതായത് എല്ലാ മീനും ഉണ്ട് അതിൽ. അപ്പോൾ അത് 1 കിലോന്, പിന്നെ ഒരു വലിയൊരു സവാള അരിഞ്ഞത്, പിന്നെ ഒരു 15 ചുവന്നുള്ളി ചതച്ച് വെച്ചത്, അതുപോലെ തന്നെ ഒരു ഇത്തിരി വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചത്, പിന്നെ ഒരു 8 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്ര പച്ചക്കറികളാണുള്ളത്. പിന്നെ പൊടികളാണ് 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ മുളക് പൊടി, പിന്നെ 2 തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് ആദ്യത്തെ തേങ്ങാപ്പാലാണ്, രണ്ടാമതെടുത്ത തേങ്ങാപ്പാലാണ്. ഒന്നാം തേങ്ങാപ്പാലും രണ്ടാമത്തെ തേങ്ങാപ്പാലും ഒന്ന് അടിച്ചതിന് ശേഷം അടുത്തത് വെള്ളം ചേർത്ത് അടിച്ചത്. പിന്നെ ആവശ്യത്തിന് പുളിയാണ്, പിന്നെ നമുക്ക് കുടംപുളി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വേറെ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല, അതുപോലെ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ചതച്ചത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2-3 വേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു പിടി വേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ആ ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നിറമൊക്കെ ഒന്ന് മാറി, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതായിട്ട് നമ്മളൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ആ സവാള ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ സവാളയും ആ വെളുത്തുള്ളി ഇല്ല കേട്ടോ, ചുവന്നുള്ളി ചതച്ച് വെച്ചതും വേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി ചതച്ചതും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി വാട്ടിയെടുക്കാം. നമ്മളിതിൽ വേറെ പച്ചക്കറികൾ ഒന്നും ചേർക്കുന്നില്ല, മീൻസ് തക്കാളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് പച്ചമുളകാണ്. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ഒരു 10 എണ്ണം, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ച നടു കീറി വെച്ചിട്ടുള്ള നമ്മളെ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുത്തിട്ട് മസാലപ്പൊടികൾ നമുക്ക് ചേർക്കണം. ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് വേണം നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മൊത്തം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചാറൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുത്ത് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ ബാക്കി വരുന്ന വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇത് 1 കിലോ മീനിക്കുള്ള അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പലവകയാണ്. ഇതിലേക്ക് നമുക്ക് കഷ്ണം മീൻ ഏത് വേണമെങ്കിലും എടുക്കാം. ഇന്നിവിടെ പലവക മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എന്താ പറയുക, പച്ചക്കറിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വലിയൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വലിയ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് കറികൾ ചോറിക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് അപ്പം അതുപോലെ തന്നെ പുട്ട്, ദോശ, നൂൽപുട്ട് അതിക്കൊക്കെ നമുക്ക്, അതായത് നൂൽപുട്ട് മീൻസ് ഇടിയപ്പം, ഇതിക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല തിക്കോട് കൂടിയ അടിപൊളി തേങ്ങാപ്പാൽ ചേർത്ത കറിയാണ്. ഇപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ചേർന്ന് നന്നായിട്ട് പൊടികളെല്ലാം ചേർന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 കഷ്ണം കുടംപുളി നമുക്ക് വേറൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ആ 2 കഷ്ണം, അതിൽ നിന്ന് 2 കഷ്ണം നമുക്ക് ഈ കറിയിലിടാം. പിന്നെ നമുക്ക് കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആ കുടംപുളി കഷ്ണങ്ങൾ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതിയാവും. അപ്പോഴത്തേനും നല്ല ആവശ്യമുള്ള പുളി വരും. ഓക്കെ, ഇനി നമുക്ക് 2ാം തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1ാം തേങ്ങാപ്പാൽ മീൻസ് നമ്മൾ ആദ്യം നാളികേരം അടിച്ചെടുക്കുന്ന ആദ്യത്തെ തേങ്ങാപ്പാൽ അവിടെ മാറ്റി വെച്ചിട്ട് അതിന് ശേഷം വീണ്ടും ആ നാളികേരം വീണ്ടും മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് എടുക്കുന്ന പാലാണ്, 2ാമത് എടുക്കുന്ന പാലാണ് 2ാം പാൽ. അത് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒരുവിധം സെറ്റായി അടുപ്പത്തായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ കറി തിളച്ച് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമ്മളെ കറി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് വറ്റിയതിന് ശേഷം തിളച്ച് വന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണത്. പിന്നെ നമുക്ക് 1ാം പാലും ചേർക്കാനുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറി ഏകദേശം എന്താവും, നല്ല അതിൻ്റെ കറക്റ്റ് പാകമായി മാറും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ട് അതുപോലെ തന്നെ അത് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നന്നാക്കി വെച്ച മീനുകളുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പല മീനുകളുണ്ട് ഇതിൽ കേട്ടോ, ഒരു ടൈപ്പ് മീനല്ല, മുള്ളന് അതുപോലെ തന്നെ പല ടൈപ്പ് എല്ലാ മീനുകളും ഉണ്ട് ഇതിൽ. പല വക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിവിലൊക്കെ നമുക്കൊന്ന് താത്തി കൊടുക്കും. മീനുകളൊക്കെ ഒന്ന് ചാറിലേക്ക് മുങ്ങും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കാം. അല്ലാണ്ട് കുത്തി ഇളക്കണ്ട. അപ്പോൾ ചട്ടി നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മുടെ തവി മരത്തിൻ്റെ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് അത് മീനുകളൊക്കെ ഒന്ന് താത്തി കൊടുക്കാം. അല്ലാണ്ട് കുത്തിയിളക്കാതെ ചെറിയ രൂപത്തിൽ നമുക്കതൊന്ന് ജസ്റ്റ് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നും കൂടി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കണത് കേട്ടോ മീൻ.
കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, വേവിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി തിള വന്നിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാലുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യരുത്, കയ്യിൽ വെച്ചിട്ട് കുത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ആ ചട്ടിയുടെ സൈഡ് പിടിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ആ തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ തവി ഉപയോഗിച്ചിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ചട്ടിയുടെ വക്ക് പിടിച്ചിട്ട് 2 സൈഡ് പിടിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ആ നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് കറി ഒന്ന് തിളച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. കൂടുതലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്കതിലേക്ക് വറവ് ഇടാം. ഞാനിവിടെ 3 ചുവന്നുള്ളി, 1 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ആവശ്യത്തിന് വേപ്പില, ഇതെല്ലാം ചേർത്തിട്ടാണ് കടുക് എന്താ പറയുക വറുത്തത് ഇതിലേക്ക്. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തവി വെച്ചിട്ട് ജസ്റ്റ് അതിലേക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വലുതായിട്ടല്ല, ചെറിയ രൂപത്തിലൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പ്രോസസ്സിങ്ങും ഇല്ല, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് കറിയുടെ മൂടി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ ചേർത്ത് വറ്റിച്ച നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി അതൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. പക്ഷേ അടിപൊളി നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ അരച്ചിട്ട് നമ്മൾ ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും ഒരു കാര്യം പറയട്ടെ, പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.